വിനോദിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞതോടെ മാലതിയമ്മയ്ക്ക് സന്തോഷമായി. ഒടുവിൽ തന്റെ മകന് ഒരു കുഞ്ഞിനെ നൽകാൻ കഴിവുള്ള ഒരു ഭാര്യയെ ലഭിച്ചു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. വിനോദ് വിവാഹം കഴിച്ച മേധ ഒരു മോഡേൺ പെൺകുട്ടിയായിരുന്നു. പഴയ വീട്ടിലെ ചിട്ടവട്ടങ്ങളോ അടുക്കള ജോലിയോ അവൾക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ തന്നെ മേധ തന്റെ നിലപാട് വ്യക്തമാക്കി. അമ്മേ, ഞാൻ പുറത്തുനിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാം. എനിക്ക് അടുക്കളയിൽ കയറി പാത്രം കഴുകുന്നതിനോ ചപ്പാത്തി പരത്തുന്നതിനോ ഒന്നും താല്പര്യമില്ല. ഇത് കേട്ട് മാലതിയമ്മ ഞെട്ടിപ്പോയി. അനുപമ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു പരാതിയുമില്ലാതെ അടുക്കള മുതൽ വീടിന്റെ എല്ലാ കോണുകളും അവൾ വൃത്തിയായി നോക്കിയിരുന്നു. ഇപ്പോൾ പുതിയ മരുമകൾ ജോലികൾ ചെയ്യാൻ വിസമ്മതിക്കുന്നു. വിനോദിന് കുഞ്ഞിനെ കിട്ടാനുള്ള വാശിയിൽ മാലതിയമ്മ അനുപമയെ പുറത്താക്കി. എന്നാൽ പുതിയ മരുമകൾ മേധ അനുപമയെ പോലെ അനുസരണയുള്ള വേലക്കാരിയായിരുന്നില്ല. അടുക്കള ജോലികൾ ആരും ചെയ്യാതായി. വീട്ടിലെ ജോലികൾ മുഴുവൻ മാലതിയമ്മയുടെ ചുമലിലായി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും സ്വന്തം മകന് വേണ്ടി മറ്റൊരു വേലക്കാരിയെ പോലും ഏർപ്പാടാക്കാൻ മാലതിയമ്മയ്ക്ക് കഴിഞ്ഞില്ല. മാലതിയമ്മ ഒരു ദിവസം വിനോദിനോട് ദേഷ്യത്തോടെ പറഞ്ഞു: അവൾക്ക് ഒരു ജോലിയും ചെയ്യേണ്ട, എല്ലാം എന്റെ തലയിലായല്ലോ. അനു ഉണ്ടായിരുന്നപ്പോൾ ആ സംഭാഷണം വിനോദ് തടസ്സപ്പെടുത്തി. അമ്മേ, അവൾക്ക് ഇതൊന്നും ശീലമില്ല. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ, അപ്പോൾ എല്ലാം ശരിയാകും. ഇത് കേട്ടപ്പോൾ മാലതിയമ്മ തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി. വിനോദ് മേധയുടെ കാര്യത്തിൽ ഒരു അനുസരണയുള്ള ഭർത്താവായി മാറി. അനുപമയുടെ കാര്യത്തിൽ അവൻ പ്രകടിപ്പിച്ച ധാർഷ്ട്യവും അധികാരവും മേധയുടെ കാര്യത്തിൽ അവനുണ്ടായിരുന്നില്ല. മേധയുടെ ആവശ്യങ്ങളെല്ലാം അവൻ അറിഞ്ഞു നിറവേറ്റി. കാരണം കുഞ്ഞ് എന്ന തന്റെ ലക്ഷ്യം അവളിലൂടെ മാത്രമേ സാധ്യമാകൂ. മേധ വീട്ടിലെ കാര്യങ്ങളിൽ മാത്രമല്ല, വിനോദിന്റെ സാമ്പത്തിക കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങി. പുറത്തു പോകുമ്പോൾ വിനോദിന്റെ കൂട്ടുകാരോടോ ബന്ധുക്കളോടോ സംസാരിക്കുന്നതിൽ നിന്ന് പോലും മേധ വിനോദിനെ വിലക്കി. വിനോദ് അനുപമയുടെ അടുത്ത് കാണിച്ച അധികാരമുള്ള ഭർത്താവ് എന്ന ഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ട് മേധയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരാളായി മാറി. അനുപമ ഉണ്ടായിരുന്നപ്പോൾ താൻ രാജാവിനെ പോലെ ഭരിച്ച ആ വീട് ഇപ്പോൾ മാലതിയമ്മയുടെ കണ്ണീരിനും വിനോദിന്റെ നിസ്സഹായമായ അനുസരണയ്ക്കും വേദിയായി മാറി. ഈ സമയം വിക്രമും അനുപമയും വിനോദിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം നഗരത്തിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു ചെറിയ വാടക വീട്ടിലാണ് താമസം തുടങ്ങിയത്. ആ വീടിന് വലിയ ആഡംബരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ സമാധാനവും പരസ്പര ബഹുമാനവും ഉണ്ടായിരുന്നു. അനുപമ മനസ്സില്ലാ മനസ്സോടെയാണ് ആ ജീവിതത്തിലേക്ക് വന്നതെങ്കിലും വിക്രത്തിന്റെ സമീപനം അവളെ പെട്ടെന്ന് മാറ്റിമറിച്ചു. ഒരു ദിവസം വിക്രം അനുപമയോടായി പറഞ്ഞു: അനു, ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത് ഒരു കടമയായോ ദയയായോ അല്ല. നിന്റെ സന്തോഷമാണ് ഇവിടെ വേണ്ടത്. എന്റെ വരുമാനം കുറവാകാം. വിനോദ് നൽകാതിരുന്ന ആത്മാർത്ഥമായ പിന്തുണ വിക്രമിന്റെ ഓരോ വാക്കിലും അവൾ കണ്ടെത്തി. ജോലിയൊന്നും ഇല്ലാതിരുന്ന വിക്രം അനുപമയുടെ നിർബന്ധത്തിനെ തുടർന്ന് ഒരു പുതിയ വഴി കണ്ടെത്തി. വിക്രത്തിന് ചെറുപ്പം മുതലേ കലാവാസനയും ഡിസൈനിങ്ങിൽ താല്പര്യവും ഉണ്ടായിരുന്നു. അവൻ ചെറിയ രീതിയിൽ ഒരു ക്രാഫ്റ്റ് ആൻഡ് ഡിസൈനിങ് ബിസിനസ് തുടങ്ങി. പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് പുതിയ അലങ്കാര വസ്തുക്കളും വീട്ടുപകരണങ്ങളും ഉണ്ടാക്കുക. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങിയ ആ ബിസിനസ്സിൽ അനുപമ അവന് താങ്ങും തണലുമായി നിന്നു. അനുപമയുടെ കൃത്യനിഷ്ഠയും മുൻ അനുഭവങ്ങളും ബിസിനസ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ സഹായിച്ചു. വിക്രം സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവൾ വിൽപ്പനയും കണക്കുകളും കൈകാര്യം ചെയ്തു. വിനോദിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി ഒതുങ്ങേണ്ടി വന്ന അനുപമ ഇവിടെ വിക്രമിന്റെ ബിസിനസ് പങ്കാളിയായി. ഇത് എന്റെ ജീവിതമാണ് എന്ന ചിന്ത ആദ്യമായി അവളുടെ മനസ്സിൽ സന്തോഷം നിറച്ചു. അനുപമയുടെ മനസ്സിലെ കല്ലുകൾ പതുക്കെ അലിഞ്ഞുപോയി. അവർ തമ്മിൽ പ്രണയമുണ്ടായിരുന്നില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ള അടുപ്പം അവർക്കിടയിൽ വളർന്നു. വൈകുന്നേരം അവർ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ വിക്രം അന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അനുപമയുടെ മുഖത്ത് ആദ്യമായി യഥാർത്ഥ സന്തോഷം വിരിഞ്ഞു. വിനോദിന്റെ വീട്ടിൽ അധികാരത്തിന്റെയും കള്ളത്തിന്റെയും ഭാരമുണ്ടായിരുന്നുവെങ്കിൽ ഈ ചെറിയ വീട്ടിൽ അവർക്ക് സ്വന്തമായി ഒരു ലോകമുണ്ടായിരുന്നു. വിക്രം അനുപമയുടെ ഉണങ്ങാത്ത മുറിവുകൾക്ക് തന്റെ ബഹുമാനം കൊണ്ട് മരുന്ന് വെച്ചു.
ആ മുറിവുകൾ പതിയെ മാഞ്ഞു തുടങ്ങി. അവർ ഇരുവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു കുറ്റപ്പെടുത്തലുകളുമില്ലാതെ സന്തോഷകരമായി ജീവിച്ചു. ഇതിനിടയിൽ മാലതിയമ്മയെയും വിനോദിനെയും തേടി ആ സന്തോഷ വാർത്തയെത്തി. മേധ പ്രഗ്നന്റ് ആയിരിക്കുന്നു. മാലതിയമ്മയ്ക്ക് ആശ്വാസമായി. വിനോദ് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒരച്ഛൻ എന്ന നിലയിൽ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കാനും അതിയായി ആഗ്രഹിച്ചു. എന്നാൽ അവന്റെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഡെലിവറിക്ക് ശേഷം മേധയുടെ സ്വഭാവം കൂടുതൽ കർശനമായി. കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ചുള്ള അവളുടെ കാഴ്ചപ്പാടുകൾ തീർത്തും യാന്ത്രികമായിരുന്നു. വിനോദ്, കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ശ്രദ്ധയുണ്ട്. കൈ കഴുകാതെ കുഞ്ഞിനെ തൊടരുത്. പുറത്തു പോയി വന്നാൽ ഷൂവും സോക്സും മാറ്റി കുളിച്ച് വൃത്തിയായ ശേഷം മാത്രമേ കുഞ്ഞിന്റെ മുറിയിൽ പ്രവേശിക്കാവൂ. ഞാൻ പറയുമ്പോൾ മാത്രമേ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുവാൻ പാടുള്ളൂ. വിനോദ് തന്റെ കുഞ്ഞിനെ ഒരു വിസ്മയ വസ്തു പോലെ അകലെ നിന്ന് നോക്കി നിൽക്കേണ്ട ഗതികേടിലായി. മേധയുടെ നിയന്ത്രണങ്ങൾ കാരണം സ്വന്തം കുഞ്ഞിനെ താലോലിക്കാനോ ഒരു ഉമ്മ നൽകാനോ പോലും അവന് സാധിച്ചില്ല. മാലതിയമ്മ പേരക്കുട്ടിയെ കൊഞ്ചിക്കാൻ വന്നപ്പോഴെല്ലാം മേധയുടെ നിബന്ധനകൾ കേട്ട് തളർന്നു. അമ്മേ, വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും. കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. പേരക്കുട്ടിക്ക് വേണ്ടി മരുമകളെ പുറത്താക്കിയ മാലതിയമ്മയ്ക്ക് ഇപ്പോൾ ആ പേരക്കുട്ടിയെ ഒന്നെടുത്ത് ഉമ്മ വെക്കാൻ പോലും സാധിക്കാതെയായി. വിനോദ് മേധയുടെ ആവശ്യങ്ങൾ അനുസരിക്കുന്ന ഒരു ഭർത്താവായിരുന്നു. അവൻ അവളോട് എതിർത്ത് സംസാരിക്കുവാൻ ഭയന്നു. കാരണം തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി മേധ ഉറങ്ങിയ ശേഷം വിനോദ് മെല്ലെ കുട്ടിയുടെ തൊട്ടിലിനടുത്ത് പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ വളരെ സൂക്ഷിച്ച് തന്റെ കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരടുപ്പം പോലും കൊടുക്കാൻ ധൈര്യമില്ലാതെ വിരൽ കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ടു. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയൊരു പാപം ചെയ്തത്? എനിക്ക് കുഞ്ഞിനെ താലോലിക്കാൻ വേണ്ടി ഞാൻ സ്നേഹിച്ച ഭാര്യയെ പുറത്താക്കി. ഇപ്പോൾ ഇതാ എനിക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്നെടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അവന് അനുപമയെ ഓർമ്മ വന്നു. അനുപമ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. തന്റെ സ്വാർത്ഥമായ വാശിയും അന്ധമായ ആഗ്രഹവുമാണ് തന്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷങ്ങളെല്ലാം തകർത്തതെന്ന് വിനോദിന് മനസ്സിലായി. വിനോദ് ഇപ്പോൾ സമ്പന്നനായിരുന്നു, കുഞ്ഞുമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭർത്താവിന്റെയും അച്ഛന്റെയും സ്നേഹം പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ ജീവിതം പൂർണ്ണമായും പരാജയമായിരുന്നു. അനുപമ കട്ടിലിൽ പുതച്ചു കിടക്കുകയാണ്. ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. വിക്രം അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. അവന്റെ മുഖത്ത് വല്ലാത്ത ആശങ്കയുണ്ട്. അനു, നല്ല പനിയുണ്ട് നിനക്ക്. ഞാൻ പറഞ്ഞില്ലേ തിരക്കിട്ട് ജോലിയൊന്നും ചെയ്യണ്ടെന്ന്. നീ തീരെ ശ്രദ്ധിക്കുന്നില്ല. അവൻ വേഗത്തിൽ ഒരു തുണി നനച്ചു പിഴിഞ്ഞ് അവളുടെ നെറ്റിയിൽ വെച്ചു. എന്നിട്ട് മരുന്നും വെള്ളവും എടുത്തു. അനുപമ ക്ഷീണത്തോടെ പറഞ്ഞു, വിക്രം, വേണ്ട, നിങ്ങൾ ഇത്ര കഷ്ടപ്പെടേണ്ട. എനിക്കിത് ശീലമുണ്ട്. വിനോദിന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നേനും ഇതെല്ലാം. വിക്രത്തിനപ്പോൾ ദേഷ്യം വന്നു. ഇപ്പോൾ നീ അവിടെയല്ലല്ലോ അനു, ഇവിടെ ഞാനുണ്ട്. നീ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും ഓർക്കുന്നത്? ഇവിടെ നിനക്ക് അസുഖം വന്നാൽ ഞാൻ നിന്നെ ഓടി നടന്നു നോക്കും. അത് എന്റെ കടമയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവൻ സ്നേഹത്തോടെയും എന്നാൽ അല്പം ശാസനയോടെയും അവളെ കഞ്ഞി കുടിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട വിക്രം, ഞാൻ കുടിച്ചോളാം. നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. അനു, ഞാൻ പറയുന്നത് നീ കേക്ക്. നീ ഇവിടുന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യരുത്. ഇതെന്റെ ഉത്തരവാദിത്തമാണ്. വിക്രമിന്റെ ഈ വാക്കുകൾ അനുപമയ്ക്ക് വല്ലാത്ത ആശ്വാസവും സുരക്ഷിതത്വ ബോധവും നൽകി. അവൾക്ക് തന്നില്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി. ഒരാഴ്ചയായി വിക്രം അവളെ ശ്രദ്ധയോടെ പരിചരിക്കാൻ തുടങ്ങിയിട്ട്. ദിവസങ്ങൾ കടന്നുപോയി. വിക്രത്തിന്റെ പരിചരണത്തിലൂടെ അനുപമയുടെ പനി കുറഞ്ഞു വന്നു. ദിവസങ്ങൾ കടന്നുപോയി. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അനുപമ പുറകിലൂടെ വന്ന് വിക്രത്തിന്റെ തോളിൽ ചാരി നിന്നു. വിക്രം, എനിക്ക് പനി വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരാഴ്ചയായി നിങ്ങൾ നന്നായി ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. വിക്രം പുഞ്ചിരിയോടെ തല വെറുതെ പുറകിലേക്ക് ചായച്ച് അവളുടെ തലയിൽ മുട്ടിച്ചു. കഷ്ടപ്പാടോ? എന്റെ വീട്ടിലുള്ള ഒരാളെ നോക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവർക്കിടയിൽ ഇപ്പോൾ വൈകാരികമായ ഒരു അടുപ്പം വളർന്നിരുന്നു. വിനോദിന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ തന്നെ സ്വയം എന്നെ നോക്കേണ്ടി വന്നേനെ. അല്ലെങ്കിൽ അമ്മയുടെ വഴക്ക് കേൾക്കേണ്ടി വന്നേനെ. വിക്രം,
എന്റെ ജീവിതത്തിൽ നിങ്ങൾ ഒരു രക്ഷകനായി വന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്. എന്റെ ഭർത്താവിനോടുള്ള പ്രതികാരമായിരുന്നു നിങ്ങൾ തന്ന ഈ ജീവിതം. പക്ഷേ ഇപ്പോൾ വിക്രം തിരിഞ്ഞ് സ്നേഹത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. എനിക്കറിയാം മനു, നിനക്ക് എന്നോട് പ്രണയമില്ല. ചേട്ടനോടുള്ള ദേഷ്യമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. പക്ഷേ നീ എന്റെ ഭാര്യയാണ്. നിനക്ക് ഈ ലോകത്ത് ആരെയും ഭയമില്ലാതെ തലയുയർത്തി ജീവിക്കാനുള്ള ഒരിടം ഞാൻ നൽകും. ഇത് കേട്ടപ്പോൾ അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ എന്നോടൊന്നും ആവശ്യപ്പെടാത്തത് എന്താണ്? ഒരു ഭർത്താവ് എന്ന നിലയിൽ. ഇത് കേട്ട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അനു, സ്നേഹം പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല. നീ ആദ്യം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കൂ. പഴയ വേദനകൾ മായട്ടെ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, ഇപ്പോൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ്. നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അനുപമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വിക്രമിന്റെ നിസ്വാർത്ഥത അവളെ കീഴടക്കുന്നു. അവൾ ഒന്നും പറയാതെ അവനെ കെട്ടിപ്പിടിച്ചു. അതൊരു ഭാര്യയുടെ കെട്ടിപ്പിടുത്തമല്ല, മറിച്ച് ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള നന്ദിയും സ്നേഹവുമാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കലശലായ പനിയിൽ നിന്നും അനുപമ മുക്തി നേടിയെങ്കിലും അനുപമയുടെ ശരീരം ഇപ്പോഴും തളർന്നിരുന്നു. ഒരാഴ്ചയോളം വിക്രം അവൾക്ക് താങ്ങും തണലുമായി. ഒരു ഭർത്താവിനേക്കാൾ ഉപരി ഒരു ആത്മാർത്ഥ സുഹൃത്തായി കൂടെ നിന്നു. നിസ്വാർത്ഥമായ സ്നേഹം വിനോദിന്റെ വീട്ടിൽ അനുപമ അനുഭവിച്ച വേദനയുടെ എല്ലാ മുറിവുകളും ഉണക്കി. ഒരു രാത്രി വിക്രമിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അനുപമയുടെ കണ്ണുകൾ നിറഞ്ഞു. വിക്രം, എന്റെ പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ തന്ന ഈ ജീവിതം എന്നോട് നിനക്ക് ദേഷ്യമില്ലേ? ഒന്നും ആവശ്യപ്പെടാതെ ഒരുപാട് സ്നേഹം മാത്രം തരുന്നതിന്റെ കാരണം? വിക്രം അവളുടെ നെറ്റിയിൽ തലോടി. ദേഷ്യമോ? ഇല്ലനു, ഈ ലോകത്ത് ഏറ്റവും അധികം വേദനിച്ചത് നീയാണ്. നിന്റെ പഴയ മുറിവുകൾ മാറിയ ശേഷമേ എന്റെ പ്രണയം ഞാൻ ആവശ്യപ്പെടുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അനുപമ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ വാത്സല്യവും ബഹുമാനവും നിസ്വാർത്ഥമായ പ്രണയവും നിറഞ്ഞിരുന്നു. ആ നിമിഷം അവൾക്ക് താൻ എത്രമാത്രം സുരക്ഷിതയാണെന്ന് മനസ്സിലായി. വിക്രത്തിന്റെ സ്നേഹം അവളുടെ മനസ്സിലെ പ്രതിരോധങ്ങളെല്ലാം തകർത്തു. ആദ്യമായി ഒരു ഭർത്താവ് എന്ന നിലയിൽ അവൾ അവനെ അംഗീകരിച്ചു. അവളുടെ ഉള്ളിലെ പ്രണയം അവനോടുള്ള അഭിനിവേശമായി മാറി. ആ രാത്രി അവർക്കിടയിലെ മാനസികമായ അടുപ്പം ശാരീരികമായ അടുപ്പത്തിന് വഴിമാറി. വർഷങ്ങൾ കാത്തിരുന്ന പരസ്പര ബഹുമാനത്തോടെയുള്ള അവരുടെ ബന്ധം പൂർണ്ണമായി. അവരുടെ ജീവിതം മനോഹരമായി മുന്നോട്ടു പോയി. ബിസിനസ് കൂടുതൽ വിജയകരമായി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ബിസിനസ് കൂടുതൽ വിജയകരമായി. തിരക്കുള്ള ഒരു ഉച്ച സമയം വിക്രമും അനുപമയും പുതിയ പ്രോജക്റ്റിന്റെ ഫയലുകൾ ചർച്ച ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അനുപമയ്ക്ക് ചെറിയ തലകറക്കം അനുഭവപ്പെട്ടു. അവൾ നെറ്റിയിൽ കൈവച്ച് കണ്ണടച്ചു. അവൾ ക്ഷീണത്തോടെ വിക്രത്തിനെ വിളിച്ചു. വിക്രം, എനിക്കെന്തോ വല്ലാത്ത ഒരു തളർച്ച. വിക്രം ആശങ്കയോടെ, വീണ്ടും തുടങ്ങിയോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ന് ഓഫീസിൽ വരണ്ടെന്ന്. അനുപമ അവനെ പൂർണ്ണമായും ശ്രദ്ധിക്കുന്നതിന് മുൻപേ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അവൾ കസേരയിൽ നിന്നും താഴേക്ക് തലകറങ്ങി വീണു. വിക്രം അനു എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടി വന്ന് അവളെ താങ്ങിപ്പിടിച്ചു. അവന്റെ മുഖം ഭയം കൊണ്ട് വിളറി. അവൻ ഉടൻ തന്നെ ഓഫീസിലെ ജീവനക്കാരുടെ സഹായത്തോടെ അവളെ കാറിൽ കയറ്റി ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് പാഞ്ഞു. വിക്രം പരിഭ്രാന്തനായി അനുപമയെ സ്ട്രെച്ചറിൽ കിടത്തി അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അവളെ ഡോക്ടറുടെ പരിശോധനാ മുറിയിലേക്ക് മാറ്റി. വിക്രം വാതിലിന് പുറത്ത് നിലത്തിരുന്നു പോയി. അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നു. എന്താണ് എന്റെ അനുവിന് സംഭവിച്ചത്? ഇത്രയും ക്ഷീണം വരാൻ മാത്രം എന്തസുഖമാണ്? അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ അലയടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം പരിശോധനാ മുറിയുടെ വാതിൽക്കൽ ഒരു നേഴ്സ് വന്ന് അവനോട് പറഞ്ഞു, വിക്രം സാർ, നിങ്ങൾ അനുപമയുടെ ഹസ്ബൻഡ് അല്ലേ? അവൻ ഞെട്ടലോടെ എണീറ്റു. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. വിക്രം പരിഭ്രാന്തിയോടെ എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ ആശങ്ക നിറഞ്ഞതായിരുന്നു. അവൻ ഡോക്ടറുടെ പരിശോധനാ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലിൽ ക്ഷീണത്തോടെ കിടക്കുന്ന അനുപമയെ അവൻ കണ്ടു. അവളുടെ മുഖത്ത് ഒരു നേരിയ ചിരിയുണ്ടായിരുന്നു. എന്നാൽ അത് വിക്രം ശ്രദ്ധിച്ചില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ഡോക്ടറിലായിരുന്നു. വിക്രം വിറയ്ക്കുന്ന ശബ്ദത്തിൽ, ഡോക്ടർ, അനുവിന് എന്താണ് പറ്റിയത്? എന്തെങ്കിലും
സീരിയസ് മാറ്റർ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് തന്റെ കസേരയിലേക്ക് ചാരിയിരുന്നു. അദ്ദേഹം വിക്രമിന്റെ പരിഭ്രമം ശ്രദ്ധിച്ചു. എന്നിട്ട് തന്റെ മുന്നിലുള്ള ഫയലിലേക്ക് നോക്കി. വിക്രം, നിങ്ങൾ ദയവായി ഒന്ന് ശാന്തനാകൂ. ഞാൻ ഒരു നല്ല വാർത്തയാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ വൈഫിന് ഒരു പ്രശ്നവുമില്ല. വീണുപോയതിന്റെ കാരണം അസുഖമല്ല. വിക്രം കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. അസുഖമില്ലെങ്കിൽ പിന്നെ ക്ഷീണം, അത് മാറിയിട്ടില്ല ഡോക്ടർ. വിക്രം, ഇത് നിങ്ങളുടെ വൈഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്കുള്ള വാതിലാണ്. മിസ്സിസ് അനുപമ പ്രഗ്നന്റ് ആണ്. 2 മാസമായി. ആ വാക്കുകൾ കേട്ട നിമിഷം വിക്രമിന്റെ കാലുകൾ തളർന്നു. അവന്റെ മനസ്സിൽ ഒരു നിമിഷം വലിയൊരു ശൂന്യത വന്നു. പക്ഷേ ഇത് സന്തോഷത്തിന്റെ വാർത്തയാണ്. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സന്തോഷത്തിന്റെയും നന്ദിയുടെയും നിമിഷം. വിക്രം ഞെട്ടലോടെ അനുപമയെ നോക്കി. അനു, ഇത് ഇത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനുപമ കണ്ണീരോടെ ചിരിച്ചു. അതേ വിക്രം, സത്യമാണ്. ഞാൻ ഞാൻ ഒരമ്മയാകാൻ പോകുന്നു. വിക്രം ഓടിച്ചെന്ന് അനുപമയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. വിനോദിന്റെ വീട്ടിൽ അവൾ അനുഭവിച്ച വേദനയും അപമാനങ്ങളും അവന്റെ നിസ്സഹായതയും അതെല്ലാം ഈ ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാതായി. വിക്രത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദൈവത്തിന് നന്ദി. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കുഞ്ഞ്, അനു, നമ്മുടെ കുഞ്ഞ്. അവൻ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. അവൾ തന്റെ വേദനയുടെ നാളുകൾക്ക് ദൈവം നൽകിയ സമ്മാനമായി ഈ കുഞ്ഞിനെ കണ്ടു. ഇത് കണ്ടിട്ട് ഡോക്ടർ സന്തോഷത്തോടെ പറഞ്ഞു, ഇനി മിസ്സസ് അനുപമ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് ടെൻഷൻ എടുക്കരുത്. വിക്രം, നിങ്ങൾ നല്ലൊരു ഭർത്താവാകണം. വിക്രം ഡോക്ടറെ നോക്കി കൈകൂപ്പി. തീർച്ചയായും ഡോക്ടർ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണിത്. അനുപമ വിക്രമിനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. വിക്രം അവളെ എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ബന്ധം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം വിക്രം അനുപമയെ ബെഡിൽ കിടത്തി. അവന്റെ മുഖത്ത് അളവില്ലാത്ത സന്തോഷമുണ്ട്. അനു, ഞാൻ ഉടനെ വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ്. അമ്മയോട്, ചേട്ടനോട് നമ്മൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള വിവരം. അനുപമ ഞെട്ടലോടെ പറഞ്ഞു. വിക്രം, വേണ്ട. എന്തിനാണ് നിങ്ങൾ അവരോട് പറയുന്നത്? വിക്രത്തിന്റെ കണ്ണുകൾ തീക്ഷ്ണമായി തിളങ്ങി. എന്തിനാണെന്നോ? വർഷങ്ങളായി ആ അമ്മയും ചേട്ടനും നിന്റെ ജീവിതം തകർത്തില്ലേ? നിനക്ക് ഒരു കുറവുമില്ല എന്ന് ലോകത്തോട് തെളിയിക്കണം. പ്രത്യേകിച്ച് വിനോദിനോടും അമ്മയോടും. ഇത് നമ്മളുടെ സന്തോഷ വാർത്തയല്ലേ? അവൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കുള്ള മറുപടിയാണിത്. അനുപമ വിക്രമിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിക്രം, വേണ്ട. ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയാണ്. എനിക്ക് പ്രതികാരത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞ്, അവന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നാകണം. അവരുടെ ദേഷ്യവും നെഗറ്റീവ് വാക്കുകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സന്തോഷം നമുക്ക് മാത്രം മതി. അനുപമയുടെ വാക്കുകൾ വിക്രമിനെ ചിന്തിപ്പിച്ചു. അവന്റെ മുഖത്തെ ദേഷ്യം പതിയെ കെട്ടടങ്ങി. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. വിക്രം അനുവിനോടായി പറഞ്ഞു, ക്ഷമിക്കണം അനു. എന്റെ ദേഷ്യമാണ് എന്നെ സംസാരിപ്പിച്ചത്. അനു പറയുന്നത് തന്നെയാണ് ശരി. അവർ ഒരുമിച്ചിരുന്ന് ആരെയും അറിയിക്കാതെ ആ സന്തോഷം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. അനുപമയുടെ ഗർഭകാലം വിക്രമിന്റെ സ്നേഹവും കരുതലും നിറഞ്ഞതായിരുന്നു. അവൻ ഒരു നിമിഷം പോലും അവളെ തനിച്ചാക്കിയില്ല. ഗർഭകാല അസ്വസ്ഥതകളായ ഛർദിയും ക്ഷീണവും വരുമ്പോൾ വിക്രം അവൾക്ക് വേണ്ടി അടുക്കളയിൽ ഓടി നടന്നു. ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിലേക്ക് വരണ്ടെന്ന്. നീ വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. അനുപമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇത്ര നല്ല ഭർത്താവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഒരുപാട് നിങ്ങൾ വഷളാക്കുന്നുണ്ട്. വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. എന്റെ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കും. അനു, നീ ഒരു ടെൻഷനുമില്ലാതെ ഇരിക്കണം. വിക്രം എല്ലാ ദിവസവും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും കൃത്യസമയത്ത് അവൾക്ക് മരുന്നുകൾ നൽകുകയും ചെയ്തു. അവളുടെ ഭക്ഷണക്രമത്തിൽ അവൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. ഈ സമയം അവരുടെ ബിസിനസ് കാര്യങ്ങൾ കുറച്ചെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കിയില്ല. അവർക്കിടയിലെ പ്രണയവും ബഹുമാനവും സുരക്ഷിതത്വ ബോധവും ഈ മാസങ്ങളിൽ ഇരട്ടിച്ചു. ഈ സമയം വിനോദിന്റെയും മേഘയുടെയും മകന് ഏകദേശം 2 വയസ്സായി. പഴയതുപോലെ അടുക്കളയിൽ സഹായിക്കാൻ അനുപമയില്ല.
മാലതിയമ്മ എല്ലാ ജോലിയും സ്വയം ചെയ്യേണ്ട അവസ്ഥയിലാണ്. അവരുടെ മുഖത്ത് പഴയ അധികാരത്തിന്റെ ഭാവമില്ല. പകരം ക്ഷീണവും വിഷാദവുമാണ്. അടുക്കളയിൽ മാലതിയമ്മ അരി കഴുകി പാത്രം കഴുകി കഷ്ടപ്പെടുന്നു. മേഘ ഉറക്കം വിട്ടെണീറ്റിട്ടില്ല. മാലതിയമ്മയുടെ ശരീരത്തിന് പഴയ വേഗമില്ല. മാലതിയമ്മയുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ അലയടിച്ചു. സ്വയം പശ്ചാത്താപത്തോടെ പറഞ്ഞു, ഞാൻ ഞാൻ എന്തിനാണ് അവളെ ഇത്രയധികം വിഷമിപ്പിച്ചത്? എന്നെ ഒരു വേലക്കാരിയെ പോലെ ഓടി നടന്ന് സഹായിക്കാൻ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴോ? അവർ കയ്യിലെ പാത്രങ്ങൾ ദേഷ്യത്തോടെ വെച്ചു. ഈ മേധ, അവൾക്ക് ജോലിയേ ഇല്ല. ഈ സമയത്ത് കളിപ്പാട്ടങ്ങളുമായി വിനോദിന്റെ മകൻ അപ്പു അടുക്കളയുടെ വാതിൽക്ക് വന്നു നിന്നു. അവനെ കണ്ടപ്പോൾ മാലതിയമ്മയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. അപ്പു, മോനെ, ഇങ്ങോട്ട് വാ. അച്ഛമ്മ ഒരു ഉമ്മ തരട്ടെ. മാലതിയമ്മ അടുക്കളയിലെ കഷ്ടപ്പാടുകൾക്കിടയിലും കുഞ്ഞിന്റെ അടുത്തേക്ക് വേഗം ചെന്ന് അവനെ വാരിയെടുത്ത് കവിളിൽ ഉമ്മ വെച്ചു. കുഞ്ഞു പെട്ടെന്ന് അമ്മയെ തള്ളി മാറ്റി. അച്ഛമ്മ വേണ്ട. അമ്മ പറഞ്ഞു, അച്ഛമ്മയുടെ അടുത്ത് പോവരുത്. അച്ഛമ്മയ്ക്ക് വൃത്തിയില്ല. അച്ഛമ്മ ജോലി ചെയ്യുക. ആ കുഞ്ഞു വായിൽ നിന്ന് കേട്ട വാക്കുകൾ മാലതിയമ്മയുടെ നെഞ്ചിൽ ഒരു വലിയ കല്ല് വെച്ചതുപോലെയായി. അവർ തളർന്നു നിന്നു. ഇത് മേധയുടെ നിർബന്ധ ബുദ്ധിയാണ് എന്നവർക്ക് മനസ്സിലായി. മാലതിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. വൃത്തിയില്ലാത്തവളോ? ഞാനോ? അതും എന്റെ സ്വന്തം പേരക്കുട്ടിയൊന്ന് സ്നേഹിക്കുന്നതിനോ? എല്ലാം എന്റെ വിധി. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് കിട്ടിയ ശിക്ഷ. മാലതിയമ്മ അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വിക്രത്തെയും അനുപമയെയും കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വിക്രം, എന്റെ ഇളയ മോൻ. ഞാൻ അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടിയിരുന്നില്ല. അവനും അനുപമയ്ക്കും സന്തോഷമായിരിക്കുമല്ലോ. കവിളിൽ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. മാലതിയമ്മ സ്വയം പറഞ്ഞു, അവർ എവിടെയായിരിക്കും? അവർക്ക് സുഖമാണോ? വിക്രം അവളെ നന്നായി നോക്കുന്നുണ്ടാകുമോ? അനുപമയെ വേദനിപ്പിച്ചതിലുള്ള കടുത്ത കുറ്റബോധം അവരെ വേട്ടയാടി. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. മാലതിയമ്മ അടുക്കളയിൽ ജോലികൾ ചെയ്ത് തളർന്നിരിക്കുന്ന സമയത്താണ് വിനോദ് ഓഫീസിൽ നിന്നും വീട്ടിലെത്തിയത്. വീട് ഭരിക്കുന്ന മേധയുടെ അധികാരത്തിന് മുന്നിൽ വിനോദിന്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു. അവൻ പഴയ അഹങ്കാരമില്ലാതെ ഭാര്യയെ ഭയക്കുന്ന ഒരു സാധാരണ ഭർത്താവായി മാറിയിരുന്നു. വിനോദ് വീട്ടിലേക്ക് കയറുമ്പോൾ മേധ TV കണ്ടുകൊണ്ട് സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നു. അവൻ അമ്മയെ നോക്കി. അടുക്കളയിലെ ജോലി തിരക്കിനിടയിൽ ക്ഷീണിച്ചുപോയ മുഖം. വിനോദ് പതുക്കെ മേധയെ നോക്കി. അമ്മേ, എന്താ ഇത്ര നേരമായിട്ടും അമ്മയുടെ പണികൾ കഴിഞ്ഞില്ലേ? TV-യിൽ നിന്നും കണ്ണെടുക്കാതെ മേധ അധികാരത്തോടെ അത് കേട്ടിട്ട് പറഞ്ഞു, എന്തേ, നിങ്ങൾക്ക് അമ്മയെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ? അമ്മയ്ക്കിപ്പോൾ വയസ്സായില്ലേ? അമ്മയ്ക്ക് വയ്യെങ്കിൽ ബാക്കി ജോലികൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. വേലക്കാരിയാകാനല്ല ഞാനിവിടെ വന്നത്. ഈ വാക്കുകൾ കേട്ട് വിനോദിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ അമ്മയെ നോക്കി. പക്ഷേ മേധയുടെ കണ്ണുകളിലെ ഭയം കാരണം അവനൊന്നും മിണ്ടിയില്ല. മേധയെ എതിർത്താൽ വീട്ടിലുണ്ടാകുന്ന വഴക്കിനെ അവൻ ഭയപ്പെടുന്നു. അടുക്കളയിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുക്കാൻ പോലും അവൻ ധൈര്യപ്പെട്ടിരുന്നില്ല. മാലതിയമ്മ കൈ കഴുകി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വിനോദ് പതുക്കെ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അമ്മേ, എന്തിനാണ് അപ്പുവിന്റെ അടുത്തേക്ക് പോയത്? മേധയ്ക്ക് ഇഷ്ടമല്ലെന്നറിയില്ലേ? മാലതിയമ്മ വിഷമത്തോടെ പറഞ്ഞു, എന്റെ മോന്റെ മോനല്ലേ അവൻ. അവനെ സ്നേഹിക്കാൻ ഞാൻ ആരോട് അനുവാദം ചോദിക്കണം? അവൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയാമോ? എനിക്ക് വൃത്തിയില്ലെന്ന്. വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ വിഷമം അവനെ തളർത്തി. എന്നാൽ തന്റെ ഭാര്യയുടെ വൃത്തിയില്ലാത്ത വാക്കുകൾക്ക് മുന്നിൽ മറുപടി പറയാൻ അവന് ശക്തിയില്ല. നിസ്സഹായതയോടെ ദേഷ്യമടക്കി അമ്മ വെറുതെ വഴക്കുണ്ടാക്കാതെ. അവളെ എന്തിനാ പ്രകോപിപ്പിക്കുന്നത്? അമ്മ റൂമിൽ പോയി വിശ്രമിക്ക്. അവൻ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. പകരം അമ്മയെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു. ആ നിമിഷം വിനോദ് സ്വന്തം അമ്മയെപ്പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു. മാലതിയമ്മ കണ്ണുകൾ തുടച്ച് തന്റെ റൂമിലേക്ക് നടന്നു. വിനോദ് സോഫയിലിരിക്കുന്ന മേധയൊന്ന് നോക്കി നിസ്സഹായതയോടെ തല കുനിച്ചു. അവൻ സ്വയം പറഞ്ഞു, ഞാൻ ഞാൻ എന്തിനാണ് അനുവിനെ ഉപേക്ഷിച്ചത്? എന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്റെ സ്വന്തം ജീവിതം മാത്രമല്ല, അമ്മയുടെ സന്തോഷവും കൂടിയാണ് കളഞ്ഞത്. ഇപ്പോൾ മേധയുടെ അധികാരത്തിന് മുന്നിൽ അമ്മയും ഞാനും നിസ്സഹായരായി. മാലതിയമ്മ റൂമിലെ കട്ടിലിൽ ഇരുന്ന് വീണ്ടും
അനുപമയെക്കുറിച്ച് ഓർത്തു. വിക്രം അവളെ എത്ര നന്നായി നോക്കുന്നുണ്ടാകും എന്ന ചിന്ത അവരെ വീണ്ടും പശ്ചാത്താപത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ സമയം വിനോദം ചിന്തിച്ചത് വിക്രത്തിനെയും അനുപമയെയും കുറിച്ച് തന്നെയായിരുന്നു. അവർ ഇപ്പോൾ എവിടെയായിരിക്കും? അവർ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകുമോ? ഞങ്ങളുടെ ദുരിതത്തിന് കാരണം ഞങ്ങൾ അനുപമയോട് ചെയ്ത ദ്രോഹമായിരിക്കുമോ? അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ അനുപമയ്ക്ക് പ്രസവ വേദന തുടങ്ങി. വിക്രം പരിഭ്രാന്തനായി അവളെ ആശുപത്രിയിൽ എത്തിച്ചു. അവൻ പ്രാർത്ഥനയോടെ പുറത്ത് കാത്തിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ലേബർ റൂമിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പുറത്തു വന്നു. കൺഗ്രാചുലേഷൻ വിക്രം, നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞാണ്. അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. വിക്രം കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് നന്ദി പറഞ്ഞു. അവൻ ഉടൻ തന്നെ മുറിയിലേക്ക് അനുപമയെ കാണാൻ ഓടി. സന്തോഷം കൊണ്ട് വിതുമ്പി. അനു, നമ്മുടെ മോള്, എന്റെ മോള്. അനുപമ ക്ഷീണത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. വിക്രം, നമ്മുടെ കുഞ്ഞ്. വിക്രം അനുപമയുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ മെല്ലെ കുഞ്ഞിനെ കൈകളിലെടുത്തു. വർഷങ്ങളായി അവൾ അനുഭവിച്ച അപമാനങ്ങൾക്കും വേദനകൾക്കും ഒറ്റപ്പെടലുകൾക്കും ദൈവം നൽകിയ മറുപടിയായിരുന്നു ആ കുഞ്ഞ്. അനുപമ സന്തോഷത്തോടെ ശാന്തമായി പറഞ്ഞു. ഈ സന്തോഷം വിനോദിന്റെയും അമ്മയുടെയും മുന്നിൽ കാണിക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോടുള്ള ഏറ്റവും വലിയ പ്രതികാരം ഞാൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ള സത്യമാണ്. നഗരത്തിലെ തിരക്കുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് പുറത്ത് വിക്രമും അനുപമയും, കയ്യിൽ തങ്ങളുടെ പൊന്നോമനയായ കുഞ്ഞുമുണ്ട്. അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അനുപമയുടെ മുഖത്ത് നിറഞ്ഞ സംതൃപ്തിയുണ്ട്. വിക്രം കാറിൽ നിന്നും കുഞ്ഞിനെ സുരക്ഷിതമായി എടുത്തു നടക്കുകയാണ്. കുഞ്ഞ് അവനെ നോക്കി ചിരിച്ചു. ഈ സമയം അപ്രതീക്ഷിതമായി അവർ ഒരു കാഴ്ച കണ്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.